വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്കിന്ന് പ്ലസ് വണ്ണിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ന് കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും പഴയ വീഡിയോസ് ഞാൻ ചാപ്റ്റേഴ്സൊക്കെ കുറച്ചിങ്ങനെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് കാണണം എന്നുള്ളവർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് നോക്കുക. സ്ട്രൈറ്റ് ലൈൻ അങ്ങനെ ഓരോ ചാപ്റ്ററായിട്ട് ഞാൻ ഇട്ട വീഡിയോസും ഉണ്ട്. അപ്പോൾ പഠിക്കണം എന്നുള്ള കുട്ടികളത് നോക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. Question number 1. Identify the figure. Identify the figure in which the line has പോസിറ്റീവ് സ്ലോപ്പ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതിനാണ് പോസിറ്റീവ് സ്ലോപ്പ് ഉള്ളത്? ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ സി this is y axis, this is x axis. Option D this is parallel to x axis. ഇതിൽ ഏതിനാണ് പോസിറ്റീവ് സ്ലോപ്പ് ഉള്ളത്? 1 മാർക്ക് ക്വസ്റ്റ്യൻ. This is a line parallel to y-axis, vertical line. So this line make an angle 90 degree with the x-axis. So slope is equal to tan 90, not defined. Here obtuse angle above 90. Tan 180 minus theta in the minus tan theta. Negative slope. This is acute angle. So m is equal to tan theta, positive slope. This line parallel to x-axis, slope of x-axis is 0. So slope of this line is tan 0, 0. So answer is option B. Question number 2. Find the x and y intercept of the line 3x plus 4y minus 12, 0. നമുക്കറിയാം ഇൻ്റർസെപ്റ്റ് ഫോം എന്താ? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു 1. ഡിവൈഡിങ് ഈച്ച് ടേം ബൈ 12. അത് നമുക്ക് കോൺസ്റ്റൻറ്റ് റൈറ്റ്സ് എടുക്കുന്നുണ്ട്. ഇവിടെ എന്താണോ കോൺസ്റ്റൻറ്റ് വരുന്നത് അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. 3x by 12 പ്ലസ് 4y by 12 ഈസ് ഈക്വൽ ടു 1. x by 4 പ്ലസ് y by 3. So x intercept is 4, y intercept is 3. Find the angles between
ദ ആംഗിൾസ് എന്ന ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ബിറ്റ്വീൻ ദ ലൈൻസ് √3x + y = 1 and x + √3y = 1. ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്താ? ആദ്യം നിങ്ങൾ മൈനസ് എഴുതുക. കോഎഫിഷ്യൻ്റ് ഓഫ് x ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് y. ax + by + c = 0. m = -a/b. ഇത് ഓർത്താൽ മതി. -√3/1. m2 slope of second line -1/√3. tan theta absolute value of m2 -m1/1 plus m1 m2. m2 -1/√3 minus that is plus √3/1 plus m1 into m2 1. That is √3 into √3 3. 3 minus 1 2/√3 divided by 2 means into 1/2 1/√3. Find the angle between എന്നായിരുന്നെങ്കിൽ നമുക്ക് എന്തെഴുതാം? tan theta 1/√3 theta is equal to 30 degree. ഇത് ഫൈൻഡ് ദ ആംഗിൾസ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് രണ്ട് എഴുതാം. ആംഗിൾസ് ആർ തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി -180 -30 നിങ്ങൾ എഴുതിയാൽ മതി. 150. ഇവിടെ ആംഗിൾസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ രണ്ട് ആംഗിൾ എഴുതി. ഇതെല്ലാം ആംഗിൾ എന്ന് ചോദിച്ചിട്ടുള്ള നമ്മൾ എന്ത് എഴുതിയാൽ മതി? tan theta 1/√3 so theta is equal to 30 degree. The line x - 1 is equal to 0 is the directrix of the parabola y square is equal to kx. Then a. Find k. Find the value of k. Second part, find the vertex, focus, axis of parabola and length of lattice rectum. എല്ലാം കാണും. നമുക്കത് സെക്കൻഡ് എഴുതാം. ആദ്യം കെയുടെ വാല്യൂ നോക്കാം. y square is equal to 4ax. ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എന്താ? x + a. നിങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ഓർത്താൽ മതി. x + a is equal to ഡയറക്ട്രിക്സ് ഈസ് x + a is equal to 0. അപ്പോൾ y square is equal to 4ax ആണെങ്കിൽ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ x + a is equal to 0. ഇതൊരു ഫോർമുല, ഇത് ഓർത്തിരിക്കും. ഇവിടെ x - 1 is equal to 0. x plus -1. Here a is equal to -1. a - 1 ആണ് ഇക്വേഷൻ. ഇങ്ങനെ വരും. y square is equal to 4ax അല്ലേ? 4a ഇതെന്താ വരുന്നത്? 4 into -1 minus equation of the parabola is y square is equal to -4x. Therefore k is equal to -4. Second part, focus, vertex, axis of parabola, length of lattice rectum. Here 4a is equal to -4, a is equal to -1. y square is equal to 4ax. ആക്സിസ് ഓഫ് ദി പരാബോള എന്താ? എക്സ് ആക്സിസ്. അപ്പോൾ ആക്സിസിലായിരിക്കും എപ്പോഴും ഫോക്കസ് a, 0. Therefore focus is
a comma 0, that is minus 1 0, vertex 0 0, axis is x-axis. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഇവിടെ -4 ആണെങ്കിൽ നമ്മൾ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എഴുതുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ എഴുതിയാൽ മതി. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം Which one of the following equations represents the parabola which is symmetrical about the positive y-axis? Which is symmetrical about the positive y-axis. പരാബോള എങ്ങനെ വരണം? പരാബോള ഇങ്ങനെ വരണം അല്ലേ? പോസിറ്റീവ് സിമെട്രി y-axis നമുക്കറിയാം. ഇങ്ങനെ വന്നതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? x² = 4ay. ഇവിടെ ഓപ്ഷൻസ് ഒന്ന് ഞാൻ പറയാം. x² - 4y 0, ഓപ്ഷൻ ബി y² = 8x, ഓപ്ഷൻ സി x² + 4y 0, ഓപ്ഷൻ ഡി y² + 8x 0. ഇവിടെ x² = 4y ഇങ്ങനെ അല്ലേ? പോസിറ്റീവ് y-axis സിമെട്രിക്കൽ അബൌട്ട് ഈ y-axisൻ്റെ റൈറ്റും ലെഫ്റ്റ് ഒരേപോലെ വരുന്നത്. ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഏതാണ് ആൻസർ? x² - 4y 0. Find the equation of the ellipse. Whose vertices are zero ±13 and foci are 0 ±5. A is equal to 13, C is equal to 5. Ellipse formula എന്താ? c² = a² - b². b² = 169 - 25, 144. നമുക്കിത് സെക്കൻഡ് ഫോമാണ് അല്ലേ? സെക്കൻഡ് ഫോം ഏതാണ്? x² / b² + y² / a². സോ ഇക്വേഷൻ ഈസ് x² / b²
y square by a square. First form x square by a square plus y square by b square is equal to 1. അപ്പോൾ അതെങ്ങനെ വരണം? പ്ലസ് ഓർ മൈനസ് 13,0 പ്ലസ് ഓർ മൈനസ് 5,0. ഇത് 0, അങ്ങനെ വന്നുകൊണ്ടാണ് ഇവിടെ ബി സ്ക്വയറും ഇവിടെ എ സ്ക്വയറും. Find the range of the function. Range of the function f of x is equal to 2x, 1/3 less than or equal to x less than or equal to 8/3. X is equal to 1/3. 2x is equal to 2/3. X is equal to 8/3. 2x is equal to 16/3. 2/3 നമുക്കറിയാം 0.666. 16/3 5.66. അപ്പോൾ ഇവിടെ 5.33, എന്തായാലും above 5. 5 plus 1/3. ഇവിടെ നമുക്ക് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫങ്ഷൻ അല്ലേ 2x. അപ്പോൾ അതിൻ്റെ റേഞ്ച് ഏതൊക്കെ വരാം? ഇവിടെ 2/3 ആണ് വരുന്നതെങ്കിൽ 0.something 0.6. എൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഏതാ? 6. അതുപോലെ ഇവിടെ 5.333 ഇങ്ങനെയാണ് വരുന്നത്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ത് വരും? 5. നമുക്ക് ഏത് മുതൽ ഏത് വരെ വരാം? ഇൻറ്റിജേഴ്സ് 0, 1, 2, 3, 4, 5. Therefore range is equal to set 0, 1, 2, 3, 4, 5. ഈ 5 ഇൻറ്റിജേഴ്സ് മാത്രമേ ഇതിൻ്റെ റേഞ്ച് ഉള്ളൂ. Write the equation of y-axis. y-axis നമുക്കറിയാം, ഏത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 അല്ലേ? 0. ദിസ് പോയിൻ്റ് ഈസ് 0, 1. ദിസ് പോയിൻ്റ് ഈസ് 0, 2. നമ്മൾ പോയിൻ്റായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 0, 1, 0, 2, 0, 3. സോ ഇക്വേഷൻ ഓഫ് y-axis ഈസ് x is equal to 0. ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ് ആയിരുന്നെങ്കിലോ y ഈസ് ഈക്വൽ ടു 0. ക്വസ്റ്റ്യൻ y ആക്സിസിൻ്റെ ഇക്വേഷനാണ്. എക്സ് ഈസ് ഈക്വൽ ടു 0. സെക്കൻഡ് പാർട്ട്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the lines 8x plus 15y minus 50 and 8x plus 15y plus 12 is equal to 0. ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാരൽ ലൈൻസ് ആണോ എന്ന് പെട്ടെന്നൊന്ന് നോക്കാം. പാരൽ ലൈൻസ് ആണെങ്കിൽ ഓക്കെ എക്സ് വൈ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് 8, 15. ഇവിടെ 8, 15. ഈ പാർട്ട് ഇത്ര എന്താണ്? സെയിം ആണ് അല്ലേ? നമുക്ക് അതുകൊണ്ട് എന്താ പറയുക? ദീസ് ടു ലൈൻസ് ആർ പാരലൽ. ഇനി പ്രൊപ്പോർഷണലായിട്ട് വന്നാലും പാരലാണ്. ഇപ്പോൾ ഇവിടെ 16 ഇവിടെ 30 ആയിരുന്നെങ്കിലോ 8/16 1/2, 15/30 1/2. അങ്ങനെ വന്നാലും അത് പാരലാണ്. (8x plus 15y minus 50) 8x plus 15y. Distance between parallel lines എന്താ?
absolute value of C1 minus C2 by root of A square plus B square. Here C1, C2 by root of 8 square plus 15 square minus 17 absolute value 17. 289 17. So answer is 1. Question number 9. Find 12th term. HGP 5 25 2 part ഉണ്ട് 125 etc. A is equal to 5. Common ratio second term divided by first term. 25 divided by 5. A 12. A n ന്റെ ഫോർമുല എന്താ? A into r raised to n minus 1. Here A into 5 into 5 raised to r n minus 1. 12 minus 1 11. ഇത് രണ്ടും ബേസ് ഈക്വൽ ആണ് അല്ലേ? വെറുതെ നമ്മൾ 5 എന്ന് പറഞ്ഞാൽ 5 റേസ്റ്റ് 1. എ റേസ്റ്റ് എം ഇൻറ്റു എ റേസ്റ്റ് എൻ, എ റേസ്റ്റ് എം പ്ലസ്. നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങ് എഴുതാം. 5 റേസ്റ്റ് 12 നിങ്ങൾ വാല്യുവേറ്റ് ചെയ്യേണ്ട ഇങ്ങനെ ഇട്ടാൽ മതി. സെക്കൻഡ് പാർട്ട്. Find the sum of n terms. Find the sum of n terms. Eight plus 88 plus etc. to n terms. നമുക്കിവിടെ 7 ചോദിക്കാം, 6 അല്ലെ 5 അങ്ങനെ. നമ്മൾ ഫസ്റ്റ് ആ നമ്പർ അങ്ങ് ഔട്ട് സൈഡ് എടുക്കുക. 1, 11 to n terms. അടുത്ത് നമുക്ക് ഡിവൈഡിങ് ബൈ 9, മൾട്ടിപ്ലൈങ് ബൈ 9. 99, 999 etc. to n terms. 8 by 9 into 9 എങ്ങനെ എഴുതാം നമുക്ക്? 10 minus 1. 10 square minus 1. 10 cube minus 1 plus etc. to n terms. 10 square, 10 cube etc. This is a GP with the first term 10, common ratio 10. -1 -1 2 times ആഡ് ചെയ്യുമ്പോൾ -2. അങ്ങനെ n ടൈംസ് ആഡ് ചെയ്യുമ്പോൾ എന്താവും? -n. A into r raised to n. 10 raised to n minus 1 r minus 1, that is 9 minus n. First term 10, common ratio 10, a into r raised to n minus 1 divided by r minus 1. 10 minus 1 9 minus this. Third, 8th and 13th term. Of a GP or x comma y comma z. Prove that x, y, z are in GP. Third term is equal to
A3 is equal to AR square, that is equal to X. 8th term, AR raised to 7. 13, AR raised to 10. X, Y, Z, R G P എന്നുള്ളത് y സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു എക്സ് ഇസഡ് എന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? എക്സ് കോമ വൈ കോമ ഇസഡ് ആർ ജി പി. വൈ സ്ക്വയർ എന്ത് വരും നോക്കാം. എ ആർ റൈസ് ടു 7 ദ ഹോൾ സ്ക്വയർ. എ സ്ക്വയർ ആർ റൈസ് ടു 14. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? എ ആർ റൈസ് ടു 2 ഇൻറ്റു എ ആർ റൈസ് ടു 12. എ ഇൻറ്റു എ സ്ക്വയർ, ആർ സ്ക്വയർഡ് ഇൻറ്റു ആർ റൈസ് ടു 12 ആർ. X into Z. We get y squared is equal to xz. Therefore, x comma y comma z are in G. നിങ്ങളെല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറി ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് പഴയ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. +1 അതിൽ നിന്ന് കൂടുതൽ നിങ്ങൾ പഠിക്കുക. +1 മാക്സിമം ഫുൾ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ +2 അത്രയും എളുപ്പമാണ്. ഓക്കെ, താങ്ക് യു.